ഹായ് ഫ്രണ്ട്സ്, എനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്യാൻ പോണവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സിമ്പിളായിട്ടുള്ള മാർക്കിങ്സ് ആണ് ഞാൻ ഈ ഒരു കട്ടിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 80 സെൻറ്റിമീറ്റർ തുണിയാണ്. അപ്പോൾ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ്ങിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ തുണീനെ ഞാൻ ആദ്യം ഇതുപോലെ 4 മടക്കിയിട്ടുണ്ട്. ഇനി ഈ മടങ്ങിയ ഭാഗത്തു നിന്നാണ് നമ്മൾ മാർക്കിങ്സ് എല്ലാം ചെയ്യണത്. അപ്പോൾ ഇവിടെ മടക്കിയ ശേഷം നമുക്കതിൻ്റെ വീതി കിട്ടുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ വീതിയാണ്. അത് ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കുർത്ത തയ്ക്കുമ്പോൾ 3 ഇഞ്ചല്ല കൊടുക്കാറ്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഷോൾഡറിൻ്റെ വീതിയാണ്. ആ ഒരു വീതി ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബ്ലൗസിന് അധികം വീതി വേണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം. ബാക്കി 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്യണത്. ഇനി കൈക്കുഴീൻ്റെ നീളമാണ്, അത് 7 ഇഞ്ച് കൊടുക്കുക. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം നമുക്ക്. അപ്പം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഓരോ ലെങ്ത് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ചെസ്റ്റ് റൗണ്ടാണ്. ഇവിടെ ചെസ്റ്റ് വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എടുക്കാം. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് കിട്ടി. അതിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ കൈക്കുഴിക്ക് ഞാൻ ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആം ഹോളിന് ഷേപ്പ് കൊടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്കിന് ഞാൻ 4 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഇറക്കം. എന്നിട്ട് നമുക്കതിന് ഇതുപോലൊരു ബോൾ ഷേപ്പിൽ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ബോട്ട് നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗം ഇത് ബാക്ക് സൈഡാണ്. ഈ ബ്ലൗസിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 14 ഇഞ്ചാണ്. പ്ലസ് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ അയക്കാനും ബാക്കി ഒരു 1.5 ഇഞ്ച് ഞാൻ ഇവിടെ താഴെ മടക്കി തയ്ക്കാൻ എടുക്കണം. അപ്പോൾ 16 ഇഞ്ചിൽ നമുക്കത് മാർക്ക് ചെയ്യാം. താഴെ മടക്കി തയ്ക്കാൻ കുറച്ച് കൂടുതൽ തുണി എടുക്കണതാണ് നല്ലത്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അവിടെ എത്തുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം ആദ്യം വെട്ടാം, അല്ലെങ്കിൽ ബാക്ക് വെട്ടി കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത്തിലായി പോകും. ഫ്രണ്ട് ഭാഗം ആദ്യം വെട്ടി കൊടുക്കാം. ഇനി ഇവിടെയും കൂടി കട്ട് ചെയ്തിട്ട് നമുക്കിത് രണ്ട് സെപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ എൻ്റെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് സൈഡിൽ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഇറക്കം എടുക്കുന്നത്. അപ്പോൾ 17 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ് ഇവിടെ. ബാക്കി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ബാക്ക് സൈഡിലും നമ്മൾ ആ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 16 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ഇനി ബാക്ക് നെക്കിന് നമ്മളൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടായില്ല. ഇതുപോലൊരു യു ഷേപ്പ് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി എടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ 4 മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം 11 ഇഞ്ചാണ് എടുക്കുന്നത്. വീതി വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവിടുത്തെ കൈക്കുഴീൻ്റെ അവിടെ മാർക്ക് ചെയ്ത് 7 ഇഞ്ചാണ്. അത് നമുക്കവിടെ അടയാളപ്പെടുത്താം. ബാക്കി നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ്. അപ്പം ഇനി ഇവിടെ ഒരു 3 ഇഞ്ചിന് ഷേപ്പ് കൊടുക്കാൻ ഇവിടെ അടയാളപ്പെടുത്താം. 3 ഇഞ്ചിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് കൈ ഇതുപോലെ സ്ലീവ് വരച്ചെടുക്കാം. താഴത്തെ വീതി 5.5 ഇഞ്ചാണ്. പ്ലസ് ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് തയ്യൽ തുമ്പ് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ്
നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല തുണി, അതായത് ബ്ലൗസ് പീസ് തയ്ക്കാനുള്ള തുണി ഇതുപോലെ 4ആക്കി മടക്കാം. ലൈനിങ് നമ്മൾ എങ്ങനെയാണ് മടക്കുക അതുപോലെ തന്നെ മടക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നെക്കും കൈക്കുഴീൻ്റെ ഭാഗവും നമ്മളിതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ നല്ല വശം. ഇത് ലൈനിങ് പീസാണ്. അപ്പോൾ നല്ല വശത്ത് ലൈനിങ് പീസ് മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ക്യാൻവാസൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് അതിനെ തയ്ക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൽ ഇതുപോലെ തന്നെ അതിൻ്റെ നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ. നമുക്ക് ഈ ലൈനിങ് പീസ് റോങ് സൈഡിലേക്ക് നമുക്ക് മറിച്ചിടാം. എന്നിട്ട് ഈ തുണീനെ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു സ്റ്റിച്ചിങ് കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിതുപോലെ പതിച്ചടിച്ചു കൊടുക്കുന്നത്. സ്ലീവ് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗം ഇവിടെ ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡിലാണ് ഞാൻ ഓപ്പണിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് നമുക്ക് താഴെ വരെ കട്ടിങ് കൊടുക്കാം. എന്നിട്ട് നമ്മളവിടെ വേറെ പീസ് വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. നല്ല വീതിയുള്ള തുണി എടുക്കുക. നീളം കുറച്ച് ഇതിനേക്കാളും കൂടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡ് അടിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ തുണീൻ്റെ നല്ല വശത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തുണീനെ ഈ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് മടക്കിയിട്ട് ഒരു മടക്കം കൂടി മടക്കാം.
ഫുള്ള് ഉള്ളിലേക്ക് മടക്കരുത്. കുറച്ച് ഭാഗം ഇതുപോലെ പുറത്തേക്ക് ഒരു ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ തുണീനെ മടക്കാം. എന്നിട്ട് ആ ഒരു അരികു ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെ വേണം നിങ്ങളത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയായിട്ട് ഈ തുണീനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അരികു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ തുണീനെ ആദ്യം നമ്മളിതുപോലെ മടക്കിയ പോലെ മടക്കി ഇതുപോലെ ഒരു മടക്കാം. എന്നിട്ട് ഇത് ഫുള്ളും ഉള്ളിലേക്ക് തന്നെ നമ്മൾ മടക്കി കൊടുക്കുകയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റേ വശത്ത് ഒരു ഭാഗം പുറത്തും ഇത് ഉള്ളിലേക്കും ആക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല നീറ്റായിട്ട് ബാക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട ഹുക്കും ബട്ടണും ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ഇവിടുന്ന് 2 ഇഞ്ചാണല്ലോ നമ്മൾ കൊടുത്തിരുന്നത്, അതിവിടെ കൊടുക്കാം. ബാക്കി ഭാഗം മടക്കി തയ്ക്കാനാണ്. ഈ ടക്ക് ഇടാൻ വേണ്ടി ഈ മടങ്ങിയ ഭാഗത്തുനിന്ന് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് ഒരു 5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കിങ്ങനെ നീട്ടി വരച്ചു കൊടുക്കാം. ഇവിടുന്ന് താഴത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് 1 ഇഞ്ച് ഈ ഒരു സൈഡിൽ ഇപ്പുറത്തേക്കും 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മുകളിലത്തെ പോയിന്റിലായിട്ട് നമ്മളിതുപോലെ ഒന്ന് ചിരിച്ച് വരച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ടക്ക് ഇടുന്നത്. ഈ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ബാക്ക് അപ്പുറത്തെ വശത്തുണ്ടല്ലോ അവിടെയും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. താഴേക്ക് ഇതുപോലെ നീട്ടിക്കൊണ്ട് കൊടുക്കുക. ഒരു സൈഡിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തുണീനെ മടക്കി വെച്ചിട്ട് വേണം ഈ ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 സൈഡിലും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീതി വരുന്നത് 21.5 ഇഞ്ചാണ്. എന്നിട്ട് ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. അതിവിടെയായിട്ട് വരും അതിൻ്റെ പോയിന്റ്. നമ്മൾ 2 സൈഡ് ഭാഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. അപ്പോൾ ഇവിടെ എൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചു. ഇനി ഇവിടുന്ന് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 38 ഇഞ്ചാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു രീതി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെയും ഇതുപോലെ തന്നെ അതിൻ്റെ പകുതി എടുക്കാം. അവിടുത്തെ വണ്ണം എത്രയാണ് വരണേന്ന് നോക്കാം. അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സെയിം അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സും നമ്മളിതുപോലെ ഒന്ന് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റാണ് നമ്മൾ താഴ്ഭാഗം മടക്കി തയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഫ്രണ്ട് സൈഡാണ്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് നിവർത്തിയിട്ട് ആ ഒരു അളവ് തന്നെ 9 ഇഞ്ച് തന്നെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഇനി ബാക്കും ഫ്രണ്ടും അതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സൈഡ് ഭാഗം ജോയിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ 2 സൈഡിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. അത് കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് സ്ലീവ് തുടങ്ങി താഴെ വരെ
ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇത്ര വീതിയിൽ ടക്ക് ഇടുന്നത് കൊണ്ട് കൂടുതൽ തുണി എടുത്തിട്ട് വേണം നമ്മൾ മടക്കേണ്ടത്. ബാക്കിൽ മടക്കിയ പോലെ തന്നെ ഫ്രണ്ടിൽ മടക്കരുത്, കുറച്ച് കൂടുതൽ എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ മടക്കാം. ഇനി നമുക്കിവിടെ സ്ലീവിൻ്റെ വണ്ണം നോക്കാം. ഞാൻ ഇവിടെ 5.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ വണ്ണം. ഇനി ഇവിടുത്തെ ഒരു വണ്ണം വരുന്നത് 6.5 ഇഞ്ചാണ്. ഇതുപോലെ ഒരു ലൈൻ ജോയിൻ ചെയ്തിട്ട് ആ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ താഴേക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 2 സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ബാക്ക് സൈഡിൽ നമ്മൾ 1.5 ഇഞ്ചാണ് വീതി എടുത്തിരുന്നത് മടക്കാൻ വേണ്ടി. ആ ഒരു പോയിന്റിൽ തന്നെ ഇതുപോലെ മടക്കാം. ഫ്രണ്ട് ഭാഗത്ത് 2 ഇഞ്ചാണ്. ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ നമ്മൾ മടക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അടിവശം മടക്കി തയ്ച്ചു കഴിഞ്ഞു. നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഈ ഒരു മോഡൽ തയ്ച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും എങ്ങനെയാണ് ഇത് തയ്ക്കണേന്ന്. ഇത് സിമ്പിളായിട്ടുള്ളൊരു കട്ടിങ്ങാണ്. ഫ്രണ്ടിൽ ഇതുപോലെ ടക്സാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു നോർമൽ ബ്ലൗസ് എങ്ങനെയായിരിക്കും അതുപോലത്തെ ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.